ഓം ശ്രീരാമകൃഷ്ണായ നമഃ. തിരുമുറ്റവും വിഷ്ണു ക്ഷേത്രവും നടപ്പുരയ്ക്കും 12 ശിവക്ഷേത്രങ്ങൾക്കും കിഴക്കായി ഇഷ്ടിക പാകിയ തിരുമുറ്റം. അങ്കണത്തിൻ്റെ നടുക്ക് ഒരേ വരിയിൽ 2 ക്ഷേത്രങ്ങൾ. വടക്കുള്ളത് ശ്രീ രാധാകാന്ത ക്ഷേത്രം, അതിന് നേരെ തെക്കായിട്ട് കാളീദേവിയുടെ ക്ഷേത്രവും. രാധാകാന്ത ക്ഷേത്രത്തിൽ ശ്രീ രാധാകാന്ത വിഗ്രഹം പശ്ചിമാസ്യമായി വർത്തിക്കുന്നു. കൽപ്പടികൾ കയറി വേണം സന്നിധിയിലെത്താൻ. കോവിലിൻ്റെ തറ മാർബിൾ പാകിയതാണ്. കോവിലിൻ്റെ പൂമുഖത്ത് ശരറാന്തൽ തൂക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഒരു ചുമന്ന തുണി കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. ഒരു കാവൽക്കാരൻ പാറാവ് നിൽപ്പുണ്ട്. ഉച്ചതിരിഞ്ഞാൽ പടിഞ്ഞാറ് നിന്നുള്ള വെയിൽ വിഗ്രഹത്തിന്മേൽ ഏൽക്കുമെന്നുള്ളതിനാൽ ക്യാൻവാസ് കൊണ്ട് മറകളുണ്ടാക്കി തൂക്കിയിട്ടുണ്ട്. മുൻവശത്തുള്ള കമാനങ്ങളുടെ ഇട ഇവയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പൂമുഖത്തിൻ്റെ തെക്ക് കിഴക്കേ കോണിൽ ഗംഗാജലം ശേഖരിച്ചു വയ്ക്കാനുള്ള ഒരു ഭരണി. ശ്രീകോവിലിൻ്റെ വാതിൽപ്പടിക്കടുത്ത് ഒരു പാത്രത്തിൽ തീർത്ഥം വെച്ചിരിക്കും. ഭക്തന്മാർ വന്ന് ഭഗവാനെ നമസ്കരിച്ച് തീർത്ഥം സേവിക്കും. ശ്രീകോവിലിൽ ശ്രീ രാധാകൃഷ്ണ വിഗ്രഹം സിംഹാസനത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ആദ്യം ഈ ക്ഷേത്രത്തിലെ അർച്ചകനായിട്ടാണ് നിയമിക്കപ്പെട്ടത്. ശ്രീ ഭവതാരിണി കാളീദേവി. തെക്കുവശത്തുള്ള അമ്പലത്തിൽ മനോഹരമായൊരു ശിലാവിഗ്രഹം. ദേവിയുടെ പേർ ഭവതാരിണി എന്ന്. വെളുത്തതും കറുത്തതുമായ മാർബിൾ കൊണ്ട് പാകിയതാണ് ശ്രീകോവിലിൻ്റെ തറയും വേദിയും വേദിയിലേക്കുള്ള പടിയും. വേദിയിൽ രജത നിർമ്മിതമായ സഹസ്രദള പത്മം, അതിന്മേൽ ശിവൻ തെക്കോട്ട് ശിരസും വടക്കോട്ട് പാദവുമായി ശവതുല്യം ശയിക്കുന്നു. ശിവവിഗ്രഹം വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ശിവൻ്റെ നെഞ്ചിന്മേൽ വാരാണസി പട്ടാമ്പര പരിവീതിയും നാനാഭരണഭൂഷിതയും തൃനയനയുമായ ശ്യാമകാളയുടെ മനോഹര ശിലാവിഗ്രഹം. ശ്രീചരണങ്ങളിൽ നൂപുരം, ചിലമ്പ്, വെള്ളിപ്പാടസരം, മോതിരം, ചെമ്പരത്തിപ്പൂ, കൂവളത്തില, ദേവിയുടെ കയ്യിൽ സ്വർണവള, ഏലസ് എന്നിവ. ആഗ്രഹസ്തത്തിൽ വള, തെങ്ങിൻ പൂക്കുല, കാപ്പ്. ഹസ്തമധ്യത്തിൽ പനയോല, രക്ഷാകവചം, തോൾവള. തോൾവളയുടെ പൊടിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. കണ്ടത്തിൽ ഹാരം, മുത്തുമാല, സ്വർണ്ണ നിർമ്മിതമായ 32 മനുഷ്യ ശിരസുകൾ കോർത്തുണ്ടാക്കിയ മുണ്ടമാല, രത്നമാല എന്നിവയും. ശിരസിൽ കിരീടം, കാതുകളിൽ കമ്മലും കൊടക്കടുക്കനും വളയവും മത്സ്യവും. മൂക്കിൽ വളയവും അതോടൊപ്പം മൂക്കുത്തിയുമുണ്ട്. തൃനയനയുടെ ഇടത്തെ 2 കൈകളിൽ നരമുണ്ടവും വാളും. ദക്ഷിണഹസ്തങ്ങൾ വരാഭയദായകങ്ങളും. അരക്കെട്ടിൽ മനുഷ്യഹസ്തങ്ങൾ കോർത്തുണ്ടാക്കിയ ഓഢ്യാണം. ആര്യവേപ്പിൻ പത്രമാല, അരേക്കെട്ട്. ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കേ കോണിലായി അതിവിശേഷമായൊരു ശയ്യ. അതിലാണ് ദേവിയുടെ പള്ളിക്കുറുപ്പ്. ചുമരിൻ്റെ ഒരു വശത്ത് ചാമരം തൂക്കിയിരിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ഈ ചാമരമെടുത്ത് എത്രയോ തവണ ദേവിയെ വീശിയിരിക്കുന്നു. വേദിയിൽ പത്മപീഠത്തിൽ വെള്ളിലോട്ടയിൽ വെള്ളം. തറയിൽ വരിവരിയായി കിണ്ടികൾ, അവയ്ക്കുള്ളിൽ ദേവിക്ക് കുടിക്കാനുള്ള വെള്ളം. പത്മാസത്തിന് മേൽ പടിഞ്ഞാറായി അഷ്ടധാതു നിർമ്മിതമായ സിംഹം. കിഴക്കുഭാഗത്ത് ചീങ്കണ്ണിയും തൃശൂലവും. വേദിയുടെ അഗ്നികോണിൽ പെൺകുറുക്കൻ. തെക്കുഭാഗത്ത് കരിങ്കല്ലിൽ പണിത വൃക്ഷം. ഈശാനകോണിൽ ഹംസം. വേദിയിലേക്ക് കയറാനുള്ള സോപാനത്തിൽ രജത നിർമ്മിതമായ ചെറിയ സിംഹാസനത്തിൽ നാരായണശില. ഒരു വശത്ത് പരമഹംസദേവന് സന്യാസിയുടെ അടുത്ത് നിന്ന് ലഭിച്ചതും രാമലാലൻ എന്ന് വിളിക്കപ്പെടുന്നതുമായ ശ്രീ രാമചന്ദ്ര വിഗ്രഹവും ബാണേശ്വര ശിവനും. വേറെ ചില ദേവതകളുമുണ്ട്. ദേവി ദക്ഷിണാസിയായിട്ടാണ് നിൽക്കുന്നത്. ഭവതാരിണിയുടെ നേരെ മുമ്പിൽ, അതായത് വേദിയുടെ തെക്കുവശത്ത് ഘടം സ്ഥാപിച്ചിരിക്കുന്നു. സിന്ദൂരരഞ്ജിതവും പൂജാനന്തരം നാനാ കുസുമ വിഭൂഷിതവും പുഷ്പമാല ശോഭിതവുമായ മംഗളഘടം. ചുമരിൻ്റെ ഒരു ഭാഗത്ത് ചെമ്പുകണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ദേവിക്ക് മുഖം കഴുകാൻ. മുകളിൽ വിതാനം. വിഗ്രഹത്തിൻ്റെ പിന്നിൽ മനോഹരമായ വാരാണസി വസ്ത്രം തൂക്കിയിട്ടിരിക്കുന്നു. വേദിയുടെ 4 മൂലയ്ക്കും വെള്ളികൊണ്ടുണ്ടാക്കിയ സ്തംഭങ്ങളുണ്ട്. അതിന് മുകളിൽ അനർഘമായ വിതാനം. ഇത് കാരണം വിഗ്രഹത്തിൻ്റെ ശോഭ വർദ്ധിക്കുന്നു. കോവിലിൽ 2 മുറികളായിട്ടാണ്. ഇടനാഴിയുടെ ഇടകൾ ഉറപ്പാർന്ന വാതിൽ കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വാതിലിനടുത്ത് പാറാവുകാരൻ ഇരിപ്പുണ്ടാകും. അമ്പലത്തിൻ്റെ വാതിൽക്കൽ പഞ്ചപാത്രത്തിൽ തീർത്ഥം വെച്ചിരിക്കും. ക്ഷേത്രശീർഷം നവരത്നമണ്ഡിതമാകുന്നു. താഴത്തെ വരിയിൽ 4 കുംഭഗോപുരം, നടുവിലത്തെ തട്ടിൽ 4, എല്ലാറ്റിനും മുകളിൽ 1. താഴത്തെ ഒരു ഗോപുരം ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുന്നു.
ഈ ക്ഷേത്രത്തിലും ശ്രീ രാധാകാന്ത ക്ഷേത്രത്തിലും പരമഹംസദേവൻ പൂജ ചെയ്തിട്ടുണ്ട്. നടനശാല. കാളീക്ഷേത്രത്തിന് മുമ്പിൽ തെക്കുവശത്ത് സുന്ദരവും വിശാലവുമായ നടനശാല. നടനശാലയുടെ മുകളിൽ ശ്രീ മഹാദേവനും നന്ദിയും ഭൃംഗിയും. ദേവീസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ കൈകൂപ്പി മഹാദേവനെ വന്ദിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി. നടനശാലയുടെ തെക്കും വടക്കും 2 വരി വളരെ ഉയരമുള്ള തൂണുകൾ, അതിനു മുകളിൽ മട്ടുപ്പാവ്. തൂൺനിരകളുടെ ഇരുവശവും നടനശാലയുടെ 2 വശങ്ങൾ. ആഘോഷകാലങ്ങളിൽ, മഹോത്സവ ദിവസങ്ങളിൽ, വിശേഷിച്ചും കാളീപൂജാ ദിവസം നടനശാലയിൽ യാത്രക്കളി ഉണ്ടായിരിക്കും. ശ്രീരാമകൃഷ്ണൻ്റെ ഉപദേശമനുസരിച്ച് രാസമണിയുടെ ജാമാതാവായ മധുരബാബു സാധുക്കൾക്ക് നൽകാൻ വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ സംഭരിച്ചു വെച്ചത് ഈ നടനശാലയിലാണ്. ഇവിടെ വെച്ച് തന്നെയാണ് സർവസമക്ഷം ശ്രീരാമകൃഷ്ണദേവൻ ഭൈരവി പൂജ ചെയ്തതും. കലവറ, തിടപ്പള്ളി, ഊട്ടുപുര, ബലിസ്ഥാനം. 4 ചുറ്റുമുള്ള തിരുമുറ്റത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് 12 ശിവക്ഷേത്രങ്ങൾ, മറ്റു 3 വശത്തും ഒറ്റനില കെട്ടിടങ്ങളും. കിഴക്കുവശത്തുള്ള മുറികളിൽ കലവറ, വിഷ്ണു ക്ഷേത്രത്തിലെ തിടപ്പള്ളി, നൈവേദ്യം വെക്കുന്നതിനുള്ള മുറി, ദേവിയുടെ തിടപ്പള്ളി, പൂജാരികളുടെ അടുക്കള, ഊട്ടുപുര എന്നിവ. അതിഥികളും സന്യാസിമാരും ഊട്ടുപുരയിൽ പോയി ഉണ്ണാൻ ഇഷ്ടമില്ലാത്ത പക്ഷം ആപ്പീസിൽ കാര്യക്കാരൻ്റെ അടുത്ത് ചെല്ലണം. കാര്യക്കാരൻ കലവറ വിചാരിപ്പുകാരന് കൽപ്പന കൊടുത്താൽ കലവറയിൽ നിന്നും അരിയും കോപ്പും കൊടുക്കും. നടനശാലയുടെ തെക്കുവശത്താണ് ബലിസ്ഥാനം. വിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യം നിരാമിഷമാണ്. കാളീക്ഷേത്രത്തിലേക്ക് പാചകത്തിന് ഇടം വേറെയാകുന്നു. അടുക്കളയുടെ മുമ്പിലിരുന്ന് വേലക്കാരികൾ വലിയ വലിയ കത്തികൊണ്ട് മത്സ്യം നുറുക്കുന്നുണ്ടാവും. അമാവാസ്യ നാൾ ഒരാടിനെ ബലി കൊടുക്കും. 12 മണിക്ക് മുമ്പ് ക്ഷേത്രങ്ങളിൽ നിവേദ്യമാകും. അപ്പോഴേക്കും ഊട്ടുപുരയിൽ ഓരോ ഇലയും എടുത്തുകൊണ്ട് വരിവരിയായി പാവങ്ങളും വൈഷ്ണവരും സന്യാസിമാരും അതിഥികളും വന്നിരിപ്പാകും. ബ്രാഹ്മണർക്ക് ഇടം വേറെ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ജോലിക്കാരായ ബ്രാഹ്മണർക്കും പ്രത്യേകം ഇരിപ്പിടമുണ്ട്. കാര്യക്കാരനുള്ള പ്രസാദം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊടുത്തയക്കണം. ജാൻബസാറിലെ ബാബുമാർ, അതായത് രാസമണിയുടെ വീട്ടുകാർ വന്നാൽ മാളികയിലാണ് താമസിക്കുക. അവർക്ക് പ്രസാദം അവിടേക്ക് കൊടുത്തയക്കണം. ആപ്പീസ്. തിരുമുറ്റത്തിൻ്റെ തെക്കുഭാഗത്ത് വരിവരിയായുള്ള മുറികളിലാണ് ആപ്പീസും ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള ഇടവും. ഖജാൻജിയും ഗുമസ്തനും എപ്പോഴും ഇവിടെ താമസിക്കുന്നു. കലവറ വിചാരിപ്പുകാരൻ, പൂജാരി, വെപ്പുകാരൻ, ബ്രാഹ്മണൻ, വെപ്പുകാരി, വേലക്കാർ, വേലക്കാരികൾ, കാവൽക്കാർ മുതലായവർ 7 നേരവും വന്നും പോയുമിരിക്കും. ചില മുറികൾ പൂട്ടിയിട്ടിരിക്കും. അവയിൽ കോവിലിലെ വിധാനങ്ങൾ, വിരിപ്പുകൾ, മേക്കട്ടികൾ, പരവതാനികൾ തുടങ്ങിയ സാമാനങ്ങൾ സൂക്ഷിക്കുന്നു. ഈ വരിയിലെ ചില മുറികൾ പരമഹംസദേവൻ്റെ ജന്മോത്സവത്തിനും കലവറയായി ഉപയോഗിക്കാറുണ്ട്. ഇതിന് തെക്കുവശത്തുള്ള പറമ്പിലാണ് വലിയ ഉത്സവങ്ങൾക്ക് പാകം ചെയ്യുന്നത്. തിരുമുറ്റത്തിൻ്റെ വടക്കുള്ള ഒരു നില കെട്ടിടങ്ങളുടെ നേർനടുക്കാണ് പടിപ്പുര. കുളിപ്പുരയിലെ പോലെ ഇവിടെയും പാറാവുകാരനുണ്ട്. അകത്ത് കടക്കും മുമ്പ് ചെരുപ്പ് പുറത്ത് ഊരി വയ്ക്കണം. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറി. തിരുമുറ്റത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക്, അതായത് 12 ശിവക്ഷേത്രങ്ങളുടെ വടക്കാണ് പരമഹംസദേവൻ്റെ മുറി. മുറിയുടെ പടിഞ്ഞാറ് വശത്ത് അർദ്ധവൃത്താകാരമായ ഒരു വരാന്തയുണ്ട്. ആ വരാന്തയിൽ പശ്ചിമാഭിമുഖനായി നിന്നാണ് ശ്രീരാമകൃഷ്ണൻ ഗംഗാദർശനം ചെയ്യുക പതിവ്. വരാന്ത കഴിഞ്ഞാൽ നടപ്പാത, അതിനുമപ്പുറം പൂന്തോട്ടം, അതിനടുത്ത് പുഴയിലെ മതിൽക്കെട്ട്, താഴെ പൂതസലിലെയും കളകള നാദിനിയുമായ ഗംഗ.